ചെകുത്താന്റെ പ്രണയം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഡാനി, അവൾ ആ ആലിയ എന്റെ മകന്റെ മിന്നീട്ടിന് പള്ളിയിലുണ്ടാവാൻ പാടില്ല. അവള് രണ്ടും കൽപ്പിച്ച അവളുടെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ. പിന്നെ അവളുടെ തന്ത ഫ്രാൻസിസ്, അയാളും വെല്ലുവിളി നടത്തിയിരിക്കുകയാണല്ലോ. അയാളെ തകർക്കാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്കിനി കിട്ടാനില്ല. തന്നെ ഉറ്റുനോക്കി ഓരോന്ന് പറയുന്ന അയാൾ അവനൊന്ന് പുച്ഛത്തോടെ നോക്കി. ഈ ഡാനിക്ക് ഫ്രാൻസിസിനെ തകർക്കാൻ അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോകേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. അത്രയും പറഞ്ഞവൻ അയാളെ നോക്കി അട്ടഹാസത്തോടെ ചിരിച്ചു. ആണുങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു പീറപ്പെണ്ണിനെ വെച്ച് വിലപേശേണ്ട ആവശ്യം എനിക്കില്ല. അത് പറയുമ്പോൾ അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. ആ ഭാവം കണ്ട അയാൾക്ക് ഭയം തോന്നി. അവന്റെ വാക്കിലും നോക്കിലും എപ്പോഴും ഒരുതരം പൈശാചികതയാണ്. മോനെ, എനിക്കത് അറിയാഞ്ഞിട്ടല്ല. ബിസിനസ് ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായ ഡാനിയൽ കുരിശിങ്കലിന് ഒരു പെണ്ണിനെ വെച്ച് കളിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ കാണാതെ വരുമ്പോ തന്തയായ ഫ്രാൻസിസിന്റെ കൊമ്പൊടി എന്ന കാര്യത്തിന് സംശയം വേണ്ട. അവനെ അനുനയിപ്പിക്കാൻ അയാൾ പറഞ്ഞു. ഈ ഡാനി സാമ്രാജ്യം മൊത്തം പടുത്തുയർത്തിയത് ഇതുപോലെ ഒരുപാട് ഫ്രാൻസിസ്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇളയപ്പ. എന്റെ വഴിയിൽ തടസ്സം നിന്നവന്മാരെല്ലാം തീർത്തിട്ട് തന്നെയാ ഇന്ന് ഈ കാണുന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് ഞാൻ വിലസുന്നത്. അതുകൊണ്ട് ഒരു ഫ്രാൻസിസിനെ വെച്ചൊന്ന് ഈ ഡാനിയെ പേടിപ്പിക്കാൻ നോക്കലേളയപ്പ. പിന്നെ ബിസിനസ് ആവുമ്പോൾ അല്ലറ ചില്ലറ നഷ്ടമൊക്കെ സംഭവിച്ചെന്ന് വരും. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാ ഡാനി പണിക്കിറങ്ങിയത്. അയാളെ നോക്കി മുറുകിയ മുഖത്തോടെ അവൻ പറഞ്ഞു. പിന്നെ ഞാൻ ഈ തറപ്പരിപാടി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാ, കുരിശിങ്കിൽ എന്ന വീട്ടുപേര് ഇപ്പോഴും എന്റെ പേരിന്റെ പുറകിലൊരു വാല് പോലെയുണ്ട്. ആ തറവാടിന് ചീത്ത പേര് കേട്ടാ അതെനിക്കും കൂടി നാണക്കേടാ. അതുകൊണ്ട് മാത്രാ ഞാനിതിന് കൂട്ടുനിൽക്കുന്നത്. അയാളെ നോക്കി ഗൗരവത്തിൽ ഡാനി പറഞ്ഞു. അപ്പൊ എന്റെ ഇളയപ്പ സമയം കളയാതെ പോവാൻ നോക്ക്. പറഞ്ഞുറപ്പിച്ച ദിവസം സെബിന്റെയും റീനയുടെയും കെട്ടുകടന്നിരിക്കും. ഒരാലിയ ഫ്രാൻസിസ് വിചാരിച്ചാലും അത് തടയാൻ കഴിയില്ല. അത്രയും പറഞ്ഞ അവൻ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. അവന്റെ ആ പോക്ക് നോക്കിയെന്ന് അയാൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. കുരിശിങ്കൽ തറവാട്ടിലെ എബ്രാഹിമിനും ഭാര്യ കത്രീനയ്ക്കും 3 മക്കളാണ്. മൂത്തവൻ സാമുവൽ കുരിശിങ്കൽ. സാമുവൽ കുരിശിങ്കലിനും ഭാര്യ ആലീസിനും ഒരേ ഒരു മകൻ ഡാനിയൽ കുരിശിങ്കൽ. ചെകുത്താനെന്ന് വിളിപ്പേരുള്ള അവൻ എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു. ഒരാക്സിഡന്റിൽ സാമുവലും ഭാര്യ ആലീസും മരിച്ചപ്പോൾ എബ്രാഹിം ബിസിനസ് എല്ലാം ഏൽപ്പിച്ച കൊച്ചുമകനായ ഡാനിയെയാണ്. ബിസിനസ്സിൽ ഡാനി ഒരു തനി രാവണനായിരുന്നു. ഇന്ന് കാണുന്ന തരത്തിൽ കുരിശിങ്കൽ ഗ്രൂപ്പിനെ എത്തിച്ച അവനായിരുന്നു. എന്തിനേറെ പറയുന്നു, കുടുംബക്കാർക്ക് പോലും അവനെ പേടിയാണ്. ഡാനിയുടെ അപ്പൻ സാമുവൽ ബിസിനസ് നോക്കി നടത്തിക്കൊണ്ടിരുന്നപ്പോഴുള്ള അയാളുടെ ശത്രുവായിരുന്നു ഫ്രാൻസിസ്. മറ്റൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവനാണ് ഫ്രാൻസിസ്. ഇപ്പോൾ അയാൾ ഡാനിയുടെയും ശത്രുവാണ്. തന്നേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഡാനിയുടെ ബിസിനസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. എന്നാൽ അയാൾ മനസ്സിൽ കാണുമ്പോൾ ഡാനി മാനത്ത് കാണും. ഡാനി എന്ന ചെകുത്താനെ തനിക്ക് തോൽപ്പിക്കാനാവില്ലെന്ന് പലതവണ അയാൾ തിരിച്ചറിഞ്ഞതുമാണ്. എതിരാളി ശക്തനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാൾക്ക് ഒരേ ഒരു മകളാണുള്ളത്, ആലിയ ഫ്രാൻസിസ് എന്ന എല്ലാവരുടെയും ആലി. എബ്രാഹിമിന്റെ രണ്ടാമത്തെ മകൻ അലക്സ്, ഭാര്യ ടെസ, ഒരേ ഒരു മകൻ സെബിൻ. കുരിശിങ്കലിലെ മറ്റു ബിസിനസ്സുകൾ സെബിനെ ഏറ്റെടുത്ത് നടത്തുന്നു. മൂന്നാമത്തെ മകൾ മരിയ, ഭർത്താവ് സണ്ണി നേരത്തെ മരിച്ചു. ഒരേ ഒരു മകൾ റീന, ആ തറവാട്ടിലെ ഏക പെൺതരി. ആളിപ്പോൾ അവിടെ തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സെബിന്റെയും റീനയുടെയും വിവാഹം എല്ലാവരും പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ആ വിവാഹം നടത്താൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഫ്രാൻസിസും മകൾ ആലിയ ഫ്രാൻസിസും. സർ, ഇത് വേണോ നമുക്ക്? ആവലാദിയോടെ ജസ്റ്റിൻ ചോദിച്ചു. ബിസിനസ്സിൽ ഡാനിയുടെ സഹായിയാണ് ജസ്റ്റിൻ. നമ്മൾ പല കളികളും കളിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരു പെണ്ണിനെ വെച്ച് കളിച്ചിട്ടില്ല. ആ സാറാണ് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാൻ പോകുന്നത്. ഓർത്തപ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി ജസ്റ്റിന്. ചെയ്യുന്നത് ചീപ്പാണെന്ന് എനിക്കറിയാം. ഇതെന്റെ കുടുംബ പ്രശ്നമാണ്, ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. സെബിന് എനിക്ക് ഇളയപ്പന്റെ മകനല്ല, സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാ. അങ്ങനെയുള്ള അവനെ വിഷമിപ്പിക്കാൻ ഒരുത്തിയെയും ഞാൻ അനുവദിക്കില്ല, ദേഷ്യത്തോടെ പറഞ്ഞു ഡാനി. സാറ് പറയുന്നത് ശരിയാ, പക്ഷെ നമ്മൾ നേടാൻ പോകുന്ന വെറൊരു പെണ്ണിനെയല്ല, ദി ഗ്രേറ്റ് ബിസിനസ് മാൻ ഫ്രാൻസിസിന്റെ മകളെയാ. എതിരാളി ശക്തനാണെങ്കിൽ അല്ലേ ജസ്റ്റിൻ ഈ കളിക്കൊരു ത്രില്ലുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടേണ്ട ടെൻഡറാ ഫ്രാൻസിസ് തട്ടിയെടുത്തത്. അതിന് സാറ് അയാൾക്ക് ടെൻഡർ കൊടുത്ത രാജീവിനെ കൊല്ലാകൊല ചെയ്തില്ലേ? അയാളിപ്പോഴും ഹോസ്പിറ്റലില്ല. അയാൾക്ക് ഇതുവരെയും ബോധം വീട്ടിലെന്നാ അറിയാൻ കഴിഞ്ഞത്. അതെ, അത് ചെയ്ത ഞാൻ തന്നെയാ. ചതി, വിശ്വാസവഞ്ചന, അത് മാത്രം സഹിക്കില്ല, ക്ഷമിക്കില്ലേ ഡാനിയേൽ. നമുക്ക് തരാന്ന് പറഞ്ഞ ടെൻഡർ അല്ലേ ആ പൊന്നമോൻ ഫ്രാൻസിസിന്റെ കമ്പനി കൈമാറിയത്. ഫ്രാൻസിസും ഞാനുമായിട്ടുള്ള കളിയിൽ അയാളുടെ മകൾ വെച്ച് കളിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പക്ഷേ ഒരുത്തന് പ്രേമമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകെ നടക്കുകയും അവന്റെ വിവാഹം മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവൾ ഏത് പുന്നാര മോളായാലും ഞാൻ അവളെ വെറുതെ വിടില്ല.
ആ തന്തപ്പിടിയും മോളും കൂടി എന്റെ കുടുംബത്തെ തകർക്കാൻ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുക. അവിടെ ഒരു പ്രേമം. ദേഷ്യത്തോടെ കാർക്കീച്ച് തുപ്പി ഡാനി. പ്രേമം മണ്ണാങ്കെട്ട. ഡാനി ഒരു തീരുമാനം എടുത്താൽ അത് എടുത്താണെന്ന് ജസ്റ്റിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ആരെങ്കിലും ഡാനിയുടെ വഴിയിൽ തടസ്സമായി നിന്നാൽ അരിഞ്ഞു കളയും അവൻ. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവനെ ചെകുത്താനെന്നും ഡെവിളെന്നൊക്കെ വിളിക്കുന്നത്. നാളെ ഈ സമയം ഇവിടെ എന്റെ കൺമുമ്പിലുണ്ടാവണം ആലിയ ഫ്രാൻസിസ്. മനസ്സിലായല്ലോ? ജസ്റ്റ് നോക്കി അത്രയും പറഞ്ഞ് ഞാൻ അവിടുന്ന് കടന്നുപോയി. എന്റെ കർത്താവേ, അല്ലെങ്കിലേ ഞാനൊരു ചെകുത്താൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ പണി ആ പോയവ എനിക്ക് തരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു പെണ്ണ് കേസും കൂടി തലയിലാവുമല്ലോ. ഒരു ഭാഗത്ത് ഇങ്ങേര്, മറുഭാഗത്ത് ഫ്രാൻസിസ്. ചെകുത്താനും കടലിനും നടുവിലായല്ലോ ഞാൻ. അവൻ പോയ വഴിയെ നോട്ടെറിഞ്ഞുകൊണ്ട് ജസ്റ്റിൻ പേടിയോടെ പറഞ്ഞു. ഇച്ചായ, ഡാനി സത്യങ്ങൾ അറിയുമ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇച്ചായൻ ചിന്തിച്ചിട്ടുണ്ടോ? അലക്സിന്റെ ഭാര്യ ടെസ്സായ ആൾക്കരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു. പിന്നെ ഞാനെന്താ വേണ്ടത്? റീന മോളെ കണ്ടില്ലെന്ന് അടിക്കണോ? റീന എനിക്ക് സഹോദരിയുടെ മകള് മാത്രമല്ല, എന്റെ സ്വന്തം മോള് കൂടിയാ. അവളെ സങ്കടപ്പെടുത്ത ഒരു ഫ്രാൻസിസിനെയോ ആലിയെയോ ഞാൻ അനുവദിക്കില്ല. പിന്നെ ഫ്രാൻസിസിനെ നേരിടാൻ ഡാനിക്കേ പറ്റൂ. അതുകൊണ്ടാണ് ഈ കളിയിൽ ഞാൻ ഡാനിയെ തന്നെ കരുവാക്കിയത്. അപ്പച്ചനും അമ്മച്ചയും ജീവിച്ചിരുന്നപ്പോൾ അവനെയല്ലേ കൂടുതൽ സ്നേഹിച്ചത്. എന്നാൽ ഇന്ന് അവനെ സ്നേഹിക്കാൻ ആരുമില്ല. കാത്തിരിക്കാൻ ഒരു കുടുംബം പോലില്ല അവന്. അവൻ ചത്തു പറഞ്ഞാൽ ആർക്കും ഒരു ചുക്കൂല്ല. ഡാനി ഓർത്തുകൊണ്ട് അലക്സ് പുച്ഛത്തോടെ പറഞ്ഞു. ഒന്നും അറിയാതെ അവൻ ആട്ടാടട്ടടി. ആ ആട്ടത്തിൽ ഫ്രാൻസിസ് തന്നെ അവനെ തീർത്തോളും. പക്ഷെ ഇച്ചായ നമ്മുടെ സെബിൻ, അവനൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് എത്ര നാളായി. മകനെ ഓർത്തുകൊണ്ട് അവർ വിതുമ്പി. വിവാഹം കഴിയുമ്പോൾ എല്ലാം ശരിയാവും, നീ അതോർത്ത് പേടിക്കണ്ട. ഭാര്യയെ സമാധാനിപ്പിക്കാനായി അലക്സ് പറഞ്ഞു. വരണം വരണം മിസ് ആലിയ ഫ്രാൻസിസ്, യു ആർ വെൽക്കം. തടിമാടന്മാരായ രണ്ട് ഗുണ്ടകളുടെ കയ്യിൽ കിടന്ന് പിടയുന്നവളെ നോക്കി ഡാനി പറഞ്ഞു. നിങ്ങൾ ആരാ? എന്തിനാ ഇവിടെ കൊണ്ടുവന്ന്? കാലുമേൽ കാലും വെച്ച് തന്നെ നോക്കി ഗൂഢമായി ചിരിക്കുന്ന ഡാനിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അപ്പൊ മോൾക്ക് ഞാൻ ആരാണെന്ന് അറിയണം അല്ലേ? പറഞ്ഞുതരാം. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു ഡാനി. ഡാനിയേൽ കുരിശിങ്കൽ. അവന്റെ വാക്കുകൾ കേട്ടൊരു നിമിഷം അവളും ഞെട്ടി. ഡാനിയേൽ കുരിശിങ്കൽ? അവളുടെ ചുണ്ടുകൾ പേടിയോടെ ആ പേര് മൊഴിഞ്ഞു. ദി റിയൽ ഡെവിൾ. പപ്പയുടെ വായിൽ നിന്ന് ഒത്തിരി തവണ കേട്ടിട്ടുള്ള പേരാണ്. പപ്പയെ പോലെ ഒരാളെ ബിസിനസ്സിൽ തറപറ്റിക്കണമെങ്കിൽ ഇയാളുടെ കാലിബർ എത്രത്തോളം ആയിരിക്കും? എതിരാളികളോട് വിട്ടുവീഴ്ച കാണിക്കാത്ത അവരുടെയൊക്കെ ചെകുത്ത ആ ആളാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. പേടിയോടെ അവൾ അവനെ നോക്കി. അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഡാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ തന്ത പറഞ്ഞിട്ടാണോടി കുരിശിങ്കൽ തറവാട്ടിൽ കയറി നീ കളിക്കുന്നത്? ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടി സെബിന്റെ പുറകെ ശല്യത്തിനായി നടക്കുന്നത്? അവൾക്കടുത്തേക്ക് ചൂടുകൾ വെച്ചുകൊണ്ട് അവൻ ചീറി. അവന്റെ മുഖത്തെ വന്യമായ ആ ഭാവം കണ്ട് അവളൊന്ന് പേടിച്ചു. സർ, അവനാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ നടന്നു എന്റെ സ്നേഹം പിടിച്ചു വാങ്ങിയതും. എന്നിട്ട് ഇപ്പൊ അവൻ എന്നെ വേണ്ട പോലും. അവനവന്റെ മുറപ്പിന് റീനയാണ് ഇഷ്ടം പോലും. മിഴിനീരോടെ ആരി ഡാനിയെ നോക്കി പറഞ്ഞു. നിർത്തി, കള്ളം പറയുന്നോ? ചോദിക്കുന്നതിനോടൊപ്പം അവന്റെ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ കവിളിൽ മാറി മാറി പതിഞ്ഞു. ആടിയിൽ അവളൊന്ന് വേച്ചുപോയി. നാണുണ്ടോടി നിനക്ക്? തന്തയ്ക്ക് വേണ്ടി ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കാൻ? ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾ കാണും നിന്നേക്കാൾ യോഗ്യത. അവന്റെ വാക്കുകൾ കേട്ട് അവൾ തന്റെ ഇരുചെവികളും പൊത്തിപ്പിടിച്ച് നിന്നു. സത്യത്തിൽ അവൻ തല്ലിയതിനേക്കാൾ വേദന അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തോന്നി. നിനക്ക് അവന്റെ പുറകെ ഇനിയും നടക്കണോടി? അവന്റെ വിവാഹം കൊടുക്കണോടി? പറയടി, പറയാൻ. ഇസയുടെ മുടിക്കുത്തിലായി പിടിച്ചുകൊണ്ട് ഡാനി അലറി. സർ വിട് സർ, ജസ്റ്റിൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഡാനിയുടെ തുറിച്ചോട്ടത്തിൽ ജസ്റ്റിൻ പേടിയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു. പച്ച വെള്ളം കൊടുത്തു പോയത് ഇവൾക്ക്. ഇവളാകത്തെ മുറിയിലെങ്ങനെ കൊണ്ടുപോയി പൂട്ടിയിട്. സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. അവര് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു കാരണം കൂടാതെ ഇന്നലെ വരെ പ്രണയിച്ചവൻ പിരിഞ്ഞുപോയപ്പോൾ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോഴത്തെ വാശിയിൽ പറഞ്ഞു പോയതാ വിവാഹം മുടക്കുമെന്നൊക്കെ. അങ്ങനെയെങ്കിലും സെബിൻ കാരണം പറയുന്ന ഞാൻ കരുതി. പക്ഷെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എന്നെ പട്ടിയെ പോലെ ആറ്റി അകറ്റുകയും ചെയ്തു. പപ്പ ചിലപ്പോൾ ബിസിനസ്സിൽ സാറിനോട് നെറിയേട് കാട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ച് എന്നെ ജീവനേക്കാളെ സ്നേഹിക്കുന്ന എന്റെ പപ്പയ്ക്ക് എന്നെ വെച്ച് ഇത്രയും ചീപ്പുകയും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ സങ്കടം സഹിക്കാൻ വയ്യായിട്ടാണ് പപ്പ സെബിനെയും അവന്റെ പപ്പയും വിവാഹം മുടക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച്. ഒരു ദിവസം വന്ന് എന്നെ വെറുപ്പാണെന്നും എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞാൽ ഞാനെങ്ങനെയാ സഹിക്കുക? ഞാനൊരു പെണ്ണല്ലേ, എനിക്കൊരു മനസ്സില്ലേ? എനിക്കറിയണ്ടേ എന്താ ഞാൻ ചെയ്ത തെറ്റെന്ന്? നിങ്ങൾക്കൊക്കെ ഞാനൊരു ചീത്ത പെണ്ണ, കൊള്ളരുതാത്തവളാ. എപ്പോഴെങ്കിലും എൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കുണ്ട് മനസ്സോ ഹൃദയമൊക്കെ. ശത്രുവിൻ്റെ മകളാണെങ്കിൽ കൂടി ഞാനൊരു പെണ്ണല്ലേ? അത്രയും പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്നവളൊക്കെയാണ് ജസ്റ്റിന്റെ കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരിക്കലും നിങ്ങളുടെ റീനമോടെയോ സെബിൻ്റെയോ ജീവിതം തറക്കില്ല. പകരം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. സെബിൻ്റെ വിവാഹ ദിവസം എന്നെയും കൂടി ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകണം. അവൾ പറയുന്നതിട്ട് ഡാനി നെറ്റി വിളിച്ചു. വേറെ ഒന്നിനുമല്ല, സെബിൻ മറ്റാളുടേതായി എന്ന് എന്നെ മനസ്സിനെ പറഞ്ഞത് പഠിപ്പിക്കാനാ. അവന് നോക്കി അപേക്ഷ പോലെ പറഞ്ഞവൾ. ശേഷം ജസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് അവൾ നടന്നു.
ഇന്നേവരെ ആരോടും ഒരു മനസ്സലിവോ സഹതാപമോ തോന്നാത്ത തനിക്ക് ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? അവളുടെ കണ്ണുനീരെന്താണ് എൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നത്? കൂടെ നിന്ന് ചതിക്കുന്നവരെ ഒരു ദയം കൂടാതെ അരിഞ്ഞു തള്ളുമ്പോൾ, ജീവന് വേണ്ടി കാല് പിടിച്ച് കരയുമ്പോൾ ഒരിറ്റ് സഹതാപം ഇന്നവരെ അവരോട് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള തനിക്ക് എന്തുകൊണ്ടാണ് ഇവളോട് സഹതാപം തോന്നുന്നത്? ഓരോന്ന് ഓർക്കവേ ഡാനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ തന്റെ മുടിയിൽ കൈകൾ കോർത്ത് വലിച്ചു. ഡാനി, എന്റെ മകളെവിടെ? നീയും ഞാനുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്റെ മകളെ വലിച്ചെടുക്കരുത്. മറുവശത്ത് നിന്ന് കേൾക്കുന്ന ഫ്രാൻസിസിന്റെ ഗൗരവമേറിയ സ്വരത്തിൽ ഡാനിയും ചിരിച്ചു. 2 ആഴ്ച കഴിഞ്ഞാൽ സെബിന്റെ കല്യാണമാണ്. അതുവരെ അവളിവിടെ ഉണ്ടാവും. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ അവളെ തനിക്ക് തിരിച്ചു തരും. ഡാനി, എന്റെ മോള്, അവളൊരു പാവ. നിന്റെ സെബിന് അവരെ തന്ത അലക്സോ എല്ലാത്തിനും കാരണം. എന്തോ അത് കേട്ടപ്പോൾ ഡാനിക്ക് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. ഫ്രാൻസിസ്, തന്റെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. താൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞവൻ ഫോൺ വെച്ചു. ഇടയ്ക്ക് അവൻ ആലിയുടെ റൂമിലേക്കൊന്ന് പോയി നോക്കി. വെറും നിലത്തെ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കാണെ അവനൊരു വല്ലായ്മ തോന്നി. തന്റെ കൈകളുടെ പാട അവിടെ ചുവന്ന കവളിൽ തിണർത്തി കിടപ്പുണ്ട്. അത് കാണെ അവനവന്റെ നെഞ്ചൊക്കെ വല്ലാതെ വിങ്ങുന്ന പോലെ തോന്നി. തനിക്ക് എങ്ങനെയാണ് ഒരു പെണ്ണിനോട് ഇത്ര ക്രൂരത കാട്ടാൻ കഴിഞ്ഞത്? അവളെ കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നവൻ. സെബിൻ, ഇനിയെങ്കിലും നീ എന്നോട് സത്യങ്ങൾ പറയണം. സത്യത്തിൽ നിന്റെ ആരായിരുന്നു ആലിയ? മുന്നിൽ നിൽക്കുന്ന സെബിനെ നോക്കിക്കൊണ്ട് ശാന്തനായി ഡാനി ചോദിച്ചു. അത് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തയാണെന്ന് സെബിന് റീനക്ക് നന്നായിട്ട് അറിയാം. ഇനിയും വയ്യ ഡാനിച്ചായ ഇങ്ങനെ ഒരുക്കി ജീവിക്കാൻ. ആലിയ, അവളെനിക്ക് എൻ്റെ ജീവനായിരുന്നു, എൻ്റെ എല്ലാം ആയിരുന്നു. മുന്നിൽ നിൽക്കുന്നവനെ നോക്കി വേദനയോടെ പറഞ്ഞ സെബിൻ. MBAക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നമ്മുടെ ശത്രുവിൻ്റെ മകളായവളോട് ആദ്യം എനിക്ക് ദേഷ്യമായിരുന്നു. ക്യാമ്പസ് ജീവിതം അടിച്ചു പൊളിക്കുന്ന മറ്റു കുട്ടികളിൽ നിന്ന് അവൾ വ്യത്യസ്തയായിരുന്നു. ആരോടൊന്നും മിണ്ടാതെ എപ്പോഴും ഒരു മൂലയിൽ അവളങ്ങനെ ഒതുങ്ങിക്കൂടും. ഇത്രയും വലിയൊരു ബിസിനസ്മാൻ്റെ മകളായിരുന്നിട്ട് കൂടി അവൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനം ഇതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പണത്തിൻ്റെ ജാടയോ അഹങ്കാരം ഇല്ലാത്തൊരു പാവം പെണ്ണ്, ആരോടും കൂട്ടുകൂടി നടക്കാത്ത പ്രകൃതിക്കാരിയെന്ന ആലിയ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വഴിയരികളുള്ള പാവപ്പെട്ടവർക്ക് നേരെ നീളുന്ന അവളുടെ കണ്ണുകളിലെ ദയയും കരുണയൊക്കെ. അവൾ ആരോടും ഇന്നവരെ ചിരിക്കുന്നതായി കണ്ടിട്ടില്ല. എപ്പോഴും ആ മുഖത്ത് ഗൗരവമാണ്. എപ്പോഴും ആ കണ്ണുകളിൽ ഒരുതരം വേദന നിഴലിച്ചിരിക്കുന്ന കാണും. പതിയെ ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങോട്ട് ഇടിച്ചു കയറി മിണ്ടാൻ തുടങ്ങി. അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന കാണാം. ഒരു 100 ചോദ്യം ചോദിച്ചാൽ 1-2 വാക്കുകളിൽ മറുപടി ഒതുക്കും. എപ്പോഴും ഞാൻ അറിയാതെ അവളെ സ്നേഹിച്ചു പോയി ചായ. ഞാൻ എൻ്റെ സ്നേഹം അവളോട് പറഞ്ഞപ്പോൾ അവൾ കുറെ എതിർത്തു. എനിക്ക് മുഖം തരാതെ നടന്നു. ഒടുവിൽ എപ്പോഴും എൻ്റെ സ്നേഹം സത്യമാണെന്ന് ആ പാവം വിശ്വസിച്ചു പോയി. എന്നെ സ്നേഹിച്ചു പോയി. ഞാനാണ് ചായ ആലിക്ക് പ്രതീക്ഷകൾ നൽകി വഞ്ചിച്ച്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദൂരേക്ക് മിഴികൾ നട്ടുകൊണ്ട് സെബിൻ പറഞ്ഞു. പെട്ടെന്നാണ് ഡാനിയുടെ മുഖം ചെകുത്താനെ പോലെ വലിഞ്ഞു മുറുകിയത്. അവന്റെ കണ്ണുകൾ ചുവന്നു. കഴുത്തിലെ നീല ഞരമ്പുകൾ പിടച്ചു. ആ കാഴ്ച കണ്ട് സെബിനും റീനയും പേടിയോടെ നിന്നു. റീന പേടിയോടെ പുറകിലേക്ക് നീങ്ങി. ഒരൊറ്റ ചവിട്ടായിരുന്ന ഡാനി സെബിന്റെ നെഞ്ചിലേക്ക്. നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? നീയും നിന്റെ തന്തയെ എന്ത് പറഞ്ഞാൽ ഈ ഡാനി അങ്ങ് വിശ്വസിക്കുന്നോ? എങ്ങനെയാണ് നിനക്കൊരു പെണ്ണിനെ പ്രണയിച്ച് ചതിക്കാൻ കഴിഞ്ഞ്? നിന്നെപ്പോലുള്ളവന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്. നീയൊക്കെ വേണ്ടെന്ന് വെച്ച് പോകുമ്പോ എല്ലാം സഹിച്ച് അവർ കഴിയണമെന്ന്. വസ്ത്രം മാറ്റുന്ന പോലെ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ മാറ്റുന്നവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാവില്ല, അവരുടെ മനസ്സ് മനസ്സിലാവില്ല. ഒന്നും അറിയാതെ ഞാനും അവളെ വേദനിപ്പിച്ചു പോയി. വീണ്ടും അവനെ ചവിട്ടാനായി കാലുകൾ പൊക്കി അവന്റെ കാലുകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് റീന അരുതെന്ന് അപേക്ഷിച്ചു. ഒന്ന് ചേരി ഡാൻസായ സെബിച്ചായ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാൻ കാരണം ഉണ്ടായത്. ഹിച്ചായനെ ആലിയെ തള്ളിപ്പറഞ്ഞ ഞാൻ കാരണം. എനിക്ക് സെബിച്ചായനോട് പ്രണയമായിരുന്നു. സെബിച്ചായൻ ആലിയാണ് സ്നേഹിക്കുന്നത് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ കഴിഞ്ഞാലും മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി എല്ലാവരും ആലിയെ ഒഴിവാക്കിയത്. സെബിച്ചായനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഹിച്ചായനിൽ ഞാൻ മരിച്ചു പോകും. തന്റെ കാലിൽ പിടിച്ച് കരയുന്ന റീനയെ ഡാനി വലിച്ചെഴുന്നേൽപ്പിച്ചു. ശേഷം അവളുടെ കവിളിൽ ശക്തിയോടെ ആഞ്ഞടിച്ചു. ആടിയിൽ റീന നിലത്തേക്ക് വീണുപോയി. തന്റെ കവിൾ അടർന്നു പോകുമെന്ന് തോന്നിപ്പോയി അവൾക്ക്. ഛേ, നീ ഇത്രയും അതപ്പച്ചു പോയോടി. നീ ഒരു പെണ്ണല്ലേടി. ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിയില്ലേ? സ്വന്തമാക്കുന്നത് മാത്രമല്ല പ്രണയം, വിട്ടുകൊടുക്കുന്ന കൂടിയാ. പിന്നെ ഇവള് ചാകുന്നെങ്കിൽ അങ്ങ് ചാവട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. നീ പ്രണയിച്ച പെണ്ണിനെ ഒന്നിന്റെ പേരിൽ നീ ഉപേക്ഷിക്കരുതായിരുന്നു. നിലത്തിരുന്ന് കരയുന്ന റീനയെ നോക്കി ഡാനി സെബിനോട് പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ട സെബിൻ കുറ്റബോധത്തോടെ കണ്ണീർ വാർത്തു. പിന്നെ എനിക്ക് നിന്നിൽ നിന്നൊരു കാര്യം കൂടി അറിയാനുണ്ട്. എന്തുകൊണ്ടാ ആലിയുടെ കണ്ണുകളിൽ അന്നൊക്കെ ആ വേദന നിഴലിച്ചിരുന്നത്? സെബിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഡാനി ചോദിച്ചു. പറയച്ചേ, എല്ലാം ഞാൻ പറയാം. ഫ്രാൻസിസ് അയാളുടെ ബിസിനസ് വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലും ഭാര്യ സൂസൻ ഫ്രണ്ട്സും ക്ലബും പാർട്ടിക്കായിട്ട് അടിച്ചു പൊളിക്കുകയും ചെയ്യുമ്പോൾ അവരറിയാതെ പോയൊരു കുരുന്ന ജീവൻ ആ വീട്ടിലുണ്ടായിരുന്നു. ആലിയ അവളുടെ ഉത്തരവാദിത്തങ്ങൾ ജോലിക്കാരെ ഏൽപ്പിച്ച് അവരവരുടെ തിരക്കിൽ നടന്നെടുത്തു. അച്ഛനമ്മമാരുടെ സ്നേഹം അറിയാതെ അവളും വളർന്നു. സ്വന്തം ബർത്ത്ഡേ പോലും വീട്ടിലെ ജോലിക്കാർക്കൊപ്പം ആഘോഷിക്കേണ്ടി വന്ന ഗതികെട്ടൊരു മകളായിരുന്നു ആലിയ.
കൂടപ്പിറപ്പുകളില്ലാത്ത കൂട്ടുകാരില്ലാത്ത ബാല്യം. ഒരിക്കൽ സ്വന്തം അമ്മയുടെ ആൺസുഹൃത്താൽ പിച്ച് ചീന്തപ്പെട്ട പെൺകുട്ടിയായിരുന്നു ആലിയ. കുടിച്ചു ബോധമില്ലാത്ത തന്റെ ആൺസുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് വന്ന ആ സ്ത്രീ അറിഞ്ഞില്ല അയാളാൽ തന്റെ 8 വയസ്സുകാരിയായ മകള് പിച്ച് ചീന്തപ്പെടുമെന്ന്. ആലിയക്കുണ്ടായ അവസ്ഥ ലോകറിയാതിരിക്കാനായി ഫ്രാൻസിസ് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തന്റെ മകളെ കശക്കി എറിഞ്ഞവനെ കൊന്നില്ലെന്നേ ഉള്ളൂ അയാൾ. പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിസ് സൂസനെ നിരന്തരതയെ ചൊല്ലി വഴക്കിട്ടു. സൂസൻ ഫ്രാൻസിസിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി മകളെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയ ആലിയെ പിന്നീട് നിരന്തരമുള്ള കൗൺസിലിങ്ങളുടെയും മറ്റു സഹായത്തോടെ ഫ്രാൻസിസ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവൾക്ക് നിഷേധിച്ച ഒരു അച്ഛൻ്റെ സ്നേഹം പിന്നീട് അയാൾ അവൾക്ക് നൽകിയായിരുന്നു. എല്ലാം കേട്ട് ഡാനി നിശ്ചലനായി നിന്നുപോയി. അവൾക്ക് നേരെ നീ വെച്ച് നീട്ടിയ സ്നേഹം താൽക്കാലികമാണെന്ന് അറിഞ്ഞാണെങ്കിൽ ആ പാവം അല്ലേ? പുച്ഛത്തോടെ ഡാനി സെബിനെ നോക്കി ചോദിച്ചു. ഇച്ചായ, എൻ്റെ ആലിയ, എനിക്ക് അവളെ ഒന്നും പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ ഡാനി അവന്റെ കൈകൾ കൊണ്ട് തടഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്ന് എന്റെ ഡാനി എന്നെങ്ങാനും വന്ന് വീണ കൊന്നുകളയും ഞാൻ. അവന് നോക്കി മുറുകിയ മുഖത്തോടെ ഡാനി പറഞ്ഞു. ഡാനി ഇന്നേവരെ ആർക്ക് വേണ്ടി ഒന്നിനു വേണ്ടി വാദിച്ചിട്ടില്ല. ഈ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും പൊഴിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആലിയക്ക് വേണ്ടി ഇത് രണ്ടും ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഡാനിയുടെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീര് റീനയും സെബിനും കാണുന്നത്. ഇത് രണ്ടും ഡാനിയുടെ ഹൃദയത്തിൽ നിന്ന് അവൾക്ക് വേണ്ടി ഉണ്ടായതാണെങ്കിൽ ഡാനി അവളെ ഈ നെഞ്ചിൽ ഏറ്റിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഈ ഡാനി ആദ്യമായിട്ട് അവസാനമായിട്ടും തോൽക്കുന്ന അവൾക്ക് മുന്നിലായിരിക്കും, അവൾക്ക് മുന്നിൽ മാത്രം. ആലിയ, അവൾ ഇനി ചെകുത്താന്റെ മാലാകയാ, എന്റെ മാത്രം മാലാക. ഐ ലവ് യു ആലിയ, ലവ് യു സോ മച്ച്. തൊണ്ടപൊട്ട് മാറുച്ചത്തിൽ വിളിച്ചു പറഞ്ഞവൻ. നീ അവളെ മറന്നേക്ക് സെബിൻ, എന്നിട്ട് ഇവളെ കഷ്ടപ്പെട്ട് സ്നേഹിക്കാൻ നോക്ക്. രണ്ടിനെയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഡാനി നടന്നെടുത്തു. എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന് തോന്നിപ്പോയി ഡാനിക്ക്. അവളെ കാണാൻ ആ കണ്ണുകളിലേക്ക് നോക്കി പ്രണയം പറയാൻ അവന്റെ ഉള്ളു തുടിച്ചു. അവൾ കിടക്കുന്ന മുറിയിലേക്ക് ഓടി ഡാനി. അവൻ പോകുമ്പോൾ കാണുന്നത് ഒരു മൂലയിലെന്തോ ചിന്തിച്ചിരിക്കുന്ന ആലിയയാണ്. അവൾ കോലം കണ്ടപ്പോൾ ഡാനിക്ക് ഹൃദയം വല്ലാതെ വേദനിച്ചു. അവൻ അവൾക്ക് അടുത്തേക്ക് പാഞ്ഞു. സെബിൻ പറഞ്ഞ പോലെ അവളുടെ കണ്ണുകളിൽ ഒരു തരം നിരാശ തളം കെട്ടി നിൽക്കുന്ന അവൻ കണ്ടു. ചെകുത്താൻ. പേടിയോടെ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. തന്നെ കണ്ടപ്പോൾ വിറക്കുന്ന അവളിലേക്ക് ഒരു വേള അവനെ നോക്കിപ്പോയി. മെല്ലെ അവൾക്കടുത്തായി മുട്ടുകുത്തിയിരുന്നു ഡാനി. പേടിയോടെ അവൾ ആ ചുമരിൽ മുറുകെ പിടിച്ചിരുന്നു. ആലിയ, എന്നെ നോക്ക്. നിലത്തായി മിഴികൾ ഊന്നിരിക്കുന്നവളോടായി അരുമയായി അവൻ പറഞ്ഞു. പേടിയോടെ അവൾ അവനെയും നോക്കി. അപ്പോഴാണ് അവൻ തന്നോട് ഏറെ ചേർന്നാണ് ഇരിക്കുന്നതെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഇതുവരെ ഇല്ലാത്ത മറ്റെന്തോ ഭാവമാണെന്ന് അവൾക്ക് തോന്നി. സോറി, നിന്നെ തെറ്റിദ്ധരിച്ചതിന്. അറിയാൻ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അവൾ നോക്കി സ്നേഹത്തോടെ പറഞ്ഞവൻ. സെബിന്റെ കല്യാണത്തിന് എൻ്റെ കൂടെ പള്ളിയിലേക്ക് നീയും ഉണ്ടാവും. അന്ന് നിന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവും ലഭിച്ചിരിക്കും. മറ്റൊരാളെ സ്വന്തമാക്കുന്ന സെബിനെ എൻ്റെ ആര്യം മറന്നേക്കണം, കേട്ടല്ലോ? അവൾ നോക്കി നേർമയായി ഡാനി പറഞ്ഞു. ശരിയെന്ന അർത്ഥത്തിൽ അവൾ പേടിയോടെ തലയനക്കി. ഏറെ നേരമായിട്ടും തന്നെയുള്ള നോട്ടം മാറ്റാതിരിക്കുന്നവനെ കാണെ അവൾക്ക് പരിഭ്രമം തോന്നി. നിനക്കെന്നെ പേടിയാണോ? ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവൻ ചോദിച്ചു. എനിക്ക് പേടിയാ. എന്തിന്? അവൻ കുസൃതിയോടെ ചോദിച്ചു. ദേഷ്യം വരുമ്പോൾ ഈ മുഖം വലിഞ്ഞു മുറുകും, കണ്ണുകൾ ചോക്കും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാ. ഓ, അതാണോ? ഇനി ഞാൻ എൻ്റെ ആലിക്കുട്ടിയെ പേടിപ്പിക്കില്ല കേട്ടോ. ഇപ്പൊ പേടി മാറിയോ? ഇല്ല. അതെ, ഗൗരവത്തോടാൻ ചോദിച്ചു. എൻ്റെ പപ്പയെ എന്തിനാ ശത്രുവായി കാണുന്നു? എന്ത് കാണണ്ടേ? വേണ്ട, എൻ്റെ പപ്പ പാവാ. എൻ്റെ ആലിക്കുട്ടിക്ക് വേണ്ടി ഇനി പപ്പയോട് ദേഷ്യം കാണിക്കില്ല, പോരെ? ചിരിയോടാൻ ചോദിച്ചു. ഇപ്പൊ ദേഷ്യം മാറിയോ? വീണ്ടും അവൻ ചോദിച്ചു. വെറുതെ ഒന്ന് മൂളി അവൾ. അങ്ങോട്ട് വന്ന ജസ്റ്റിൻ കാണുന്നത് ചിരിയോടെ ആലിയ നോക്കിയിരിക്കുന്ന ഡാനിയെയാണ്. ആദ്യമായി കാണുന്ന ആ കാഴ്ച ജസ്റ്റിൻ അത്ഭുതത്തോടെ നോക്കി. ഇങ്ങേർക്ക് ചിരിക്കാനൊക്കെ അറിയോ? മൗനമായി അവൾ ചോദിച്ചു. നീ കരഞ്ഞപ്പോൾ എന്റെ നെഞ്ച് പെടയുന്നുണ്ടായിരുന്നു. നിന്റെ കണ്ണുകളിൽ ഭയം കണ്ടപ്പോൾ തകർന്ന് ഞാനായിരുന്നു. നിന്നെ വേദനിപ്പിച്ചവരെ ഓർക്കുമ്പോൾ ഞാനൊരു ചെകുത്താനായി മാറുന്നു. എന്നിൽ നിന്ന് നീ അകന്ന നഷ്ടപ്പെടുന്നത് എൻ്റെ ജീവനായിരിക്കും. എനിക്ക് നിന്നോട് തോന്നുന്ന ഈ വികാരങ്ങളെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം? പ്രണയമെന്ന പേരോ, സ്നേഹമെന്ന പേരോ, അതോ ഭ്രാന്ത് എന്ന പേരോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഡാനി ചോദിച്ചു. അവന്റെ വാക്കുകൾ കേട്ട് ആര്യ പകച്ചുപോയി. ഇത് പ്രണയമല്ലേ ആര്യ? ഈ ചെകുത്താന് നിന്നോട് പ്രണയമല്ലേ? വശ്യമായ ഭാവത്തിൽ അവൻ അവളെ നോക്കി. തുടങ്ങി, സാറിന് റൊമാൻസ് തുടങ്ങി. ഇനി പിടിച്ചാ പിടിയിട്ടില്ല. ഡാനിയെ നോക്കിയൊരു ചിരിയോടെ ജസ്റ്റിൻ പറഞ്ഞു. എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നേ? കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു. പറഞ്ഞല്ലോ, എനിക്ക് നിന്നോട് പ്രണയമാണെന്ന്. ഇനി നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള ഭയം കാണാൻ പാടില്ല, പകരം അവിടെ പ്രണയം കാണണം. അവളുടെ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ജസ്റ്റിൻ, ആലിക കഴിക്കാൻ ഡൈനിങ് ടേബിൾ എല്ലാം നിരന്നിരിക്കണം. ജോലിക്കാരോട് ഇപ്പോൾ തന്നെ പോയി പറയണം. നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കട്ടോ. ഞാനിപ്പോൾ വരാം.
അവളുടെ കവിളിൽ നിന്ന് തട്ടിക്കൊണ്ട് അവൻ നടന്നു നീങ്ങി. പേടിയാ എനിക്ക് എല്ലാവരെയും. സ്നേഹം നടിച്ചടിക്കുന്നവരാ. പണ്ട് അയാളൊരു പിതാവിന്റെ സ്നേഹം നടിച്ചെന്നെ. തിക്തമായ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. പേടിയോടെ കണ്ണുകൾ അടച്ചവൾ. എനിക്ക് പോകണം എൻ്റെ പപ്പയുടെ അടുത്തേക്ക്. എൻ്റെ പപ്പ എന്നെ കാണാൻ വിഷമിക്കുന്നുണ്ടാവും. ഡാനി പോയ വഴിയെ നോക്കി സങ്കടത്തോടെ അവൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആലിയെ കണ്ടുകൊണ്ടാണ് ഡാനി ഹാളിലേക്ക് വരുന്നത്. ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന ആലിയെ കണ്ടവന് ചങ്ക് വിട്ടുന്ന പോലെ തോന്നി. എന്തൊരു പാപിയാണ് താൻ. ഒരു ദിവസം മുഴുവനും ഭക്ഷണം കൊടുക്കാതെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന അവളെ ഓർത്തുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. ആ മിടുക്കി കുട്ടിയായാലും എൻ്റെ ആലി. അവളുടെ നേർക്കുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു. എന്തോ താൻ ഭക്ഷണം കഴിക്കുന്ന നോക്കിയിരിക്കുന്ന അവളുടെ നോട്ടം കണ്ട് അവൾക്ക് ജാളിയത് തോന്നി. സോറി ആലി, എന്നോട് ക്ഷമിക്കടോ. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ വിഷമിപ്പിക്കില്ല കേട്ടോ. അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞവൻ. ശേഷം കഴിക്കുന്ന അവളെ ശല്യപ്പെടുത്താൻ മുറ്റത്തേക്ക് നടന്നു അവൻ. കുറച്ചു കഴിഞ്ഞതും മുറ്റത്തായി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ ഡാനി അവന്റെ മടിയിലായി ആലിയെ പിടിച്ചിരുത്തി. പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായി തുനിഞ്ഞവളെ ഒരു നോട്ടം കൊണ്ട് അവൻ അടക്കിയിരുത്തി. അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ ചൂട് നിശ്വാസമേറ്റ് അവൾ പൊള്ളി പിടയുന്നുണ്ടായിരുന്നു. കാറ്റത്ത് പാറിപ്പറക്കുന്ന അവളുടെ മുടിഴകൾ അവൻ മെല്ലെ ഒതുക്കി വെച്ചു കൊടുത്തു. ശേഷം അവളെ എടുത്തുയർത്തി വട്ടം കറക്കി ഡാനി. അവന്റെ പ്രവൃത്തിയിൽ പേടിയോടെ അവൾ കണ്ണുകൾ പൂട്ടി അവന്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് കിടന്നു. ആ കുഞ്ഞുമുഖത്ത് ഒരുക്കമെന്ന് പറയാനൊന്നുമില്ല. കണ്ണുകളിൽ എപ്പോഴും വിഷാദവും മുഖത്ത് നിഷ്കളങ്കതയുമാണ്. തന്നെയുള്ള അവന്റെ നോട്ടം മാറാത്തതുകൊണ്ട് തന്നെ അവൾക്കാകെ പരിഭ്രമം തോന്നി. അവളിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവൻ ചിരിയോടെ നോക്കി. അവളെ കൈകളിൽ എടുത്തുകൊണ്ട് തന്നെ ആ ചുവന്ന കവിൾ തടത്തിൽ അവനൊന്ന് ചുണ്ട് ചേർത്തു. അവന്റെ ആ പ്രവൃത്തി അവളിൽ ഞെട്ടലുണ്ടാക്കി. സത്യത്തിൽ നീ ഇത്ര പാവായി പോയല്ലോ എൻ്റെ ആലി. ഒന്നില്ലെങ്കിലും വലിയൊരു ബിസിനസ്മാന്റെ മകളല്ലേ നീ. അപ്പൻ്റെ ധൈര്യമെങ്കിലും മോള് കാണിക്കണ്ടേ? അവളെ നോക്കിയൊരു പരിഭവത്തോടെ അവൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയാ പണ്ടേ. എല്ലാവരെയും എല്ലാത്തിനോടും പേടിയാ. നിർവികാരിയായി അവനെ നോക്കി ആലിയെ പറഞ്ഞു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ നിറയുന്ന അവൻ കണ്ടത്. എന്തിനാ എൻ്റെ ആലിക്കുച്ചി ഇപ്പൊ കരയുന്നത്? ഗൗരവത്തോടെ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡാനി ചോദിച്ചു. പപ്പ വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓ അതാണോ? എൻ്റെ ആലിക്കുച്ചിനി ഇപ്പോൾ പപ്പയോട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അവളൊന്ന് മൂളി. അവൾ നിലത്തായി നിർത്തിക്കൊണ്ട് പാൻ്റെ പോകലിൽ നിന്ന് ഫോൺ എടുത്ത് അവൻ അവൾക്കായി നൽകി. പപ്പ. സങ്കടത്തോടെയുള്ള തന്റെ മകളുടെ സ്വരം കേട്ടതും ഫ്രാൻസിസിന്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, എന്റെ പൊന്നു മോളെ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാനി മോളെ ഉപദ്രവിച്ചോ? ആവലാതിയോടെ അയാൾ ചോദിച്ചു. ഇല്ല പപ്പ, എന്നെയൊന്നും ചെയ്തില്ല. അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മോള് ധൈര്യമായിട്ടിരിക്കുക. പപ്പ 2 ആഴ്ച കഴിഞ്ഞ് എന്റെ മോളെ കൂട്ടാൻ വരും. ഇപ്പൊ പപ്പ ഒന്നും ചെയ്യാത്തത് അതിന്റെ പേര് ഡാനി ശിക്ഷിക്കുന്നത് നിന്നെ ആയിരിക്കും. അത് പേടിച്ചിട്ടാ പപ്പ മോളെ കൂട്ടാൻ വരാത്തത്. എന്നാ എന്റെ മോള് ഫോൺ വെച്ചോ, പപ്പയുണ്ട് കൂടെ. അത്രയും പറഞ്ഞ അയാൾ ഫോൺ വെച്ചു. അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തിനാ ഞാൻ ഉപദ്രവിച്ചില്ലെന്ന് പപ്പയോട് കള്ളം പറഞ്ഞ്? ഞാൻ തള്ളിയത് പറയായിരുന്നില്ലേ? അത് കേൾക്കുമ്പോൾ എൻ്റെ പപ്പ വേദനിക്കും. എനിക്കത് സഹിക്കാനാവില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. അല്ല, നിനക്ക് നിന്റെ പപ്പയോട് മാത്രമേ സ്നേഹമുള്ളൂ, മമ്മിയെ വേണ്ടേ? അവരെക്കുറിച്ച് അറിയാമെങ്കിലും അവൾ എന്താണ് പറയുന്നതെന്നറിയാൻ അവൻ കാതോർത്തു. എനിക്ക് മമ്മിയില്ല, അവർ മരിച്ചുപോയി. എനിക്ക് എൻ്റെ പപ്പ മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ പപ്പയെ മാത്രം മതി. അവളുടെ വാക്കുകൾ സത്യത്തിൽ അവനുള്ളിൽ അവളോടുള്ള ബഹുമാനം കൂട്ടി. അല്ലെങ്കിലും ആ സ്ത്രീ എന്തിനാണ് എൻ്റെ ആലിക്ക്? സൂസനെ ഓർത്തപ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. നിന്റെ പപ്പയെ പോലെ നിനക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ പെണ്ണേ? നിന്റെ സ്നേഹം ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തരും. അത്രയേറെ നീ എനിക്കൊരു ലഹരിയായി മാറിക്കഴിഞ്ഞു പെണ്ണേ. അവന്റെ വാക്കുകൾ അവൾക്കുള്ളിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത നിറച്ചു. ദ്രോഹിക്കാൻ കൊണ്ടുവന്നവനാണ്, ദ്രോഹിച്ചവനാണ്. അവനാണ് തന്നോട് പ്രണയം പറയുന്നത്. എന്തൊരു വിരോധാഭാസം! പുച്ഛത്തോടെ മനസ്സിൽ ഓർത്തുപോയി അവൾ. ഈറൻ മുടി തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ പിന്നിലായി ഡാനി വന്ന് നിന്നു. പോക്കുവയിലേറ്റ ആ കുഞ്ഞുമുഖം ചുവന്ന് കയറി. തന്റെ പിൻകഴുത്തിലായി അറിയുന്ന അവന്റെ ചുടു നിശ്വാസത്തിൽ അവളൊന്ന് പിടഞ്ഞുപോയി. അവളുടെ കഴുത്തിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വെള്ളത്തുള്ളികൾ അവൻ തന്റെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അവളെ പിടിച്ച് തന്റെ നേരെ തിരിച്ചു നിർത്തി ഡാനി. ശേഷം ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അരുമയായി ആ വെള്ളാരം കണ്ണുകളിൽ അവൻ മെല്ലിയൊന്ന് ചുണ്ടമർത്തി. ആ തുടുത്ത കവിളുകളിലും മാറി മാറി അവൻ ചുംബിച്ചു. മുഖത്ത് നിന്ന് അവന്റെ ചുണ്ടുകൾ വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്ന അവളുടെ കഴുത്തിലായി പതിച്ചു. അവളിൽ നിന്നൊരു ആർത്തനാദം മുഴങ്ങി കേട്ടു. അവന് തടയണമെന്നുണ്ടെങ്കിൽ അതിന് കഴിയാതെ എങ്ങനെ നിന്നുപോയവൾ. അവളുടെ വിറക്കുന്ന അധരത്തിലേക്ക് അവൻ തന്റെ ചുണ്ടുകൾ ചേർത്തു വെച്ചു. അവളോടുള്ള അവന്റെ ഭ്രാന്തമായ പ്രണയം അവളിൽ ഒരു ചുംബനമായി അവൻ അറിയിച്ചു. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയിൽ അവൾ അവനെ പിന്നിലേക്ക് തള്ളി. ശേഷം മുറിയിലേക്ക് ഓടി. ആ മനസ്സിലെവിടെയോ താനുണ്ട്. നിന്റെ മനസ്സ് എന്നോടുള്ള പ്രണയത്താൽ പൂത്തു തളിർക്കട്ടെ. ഒടുവിൽ ഡാനി എന്ന പ്രണയമായി അത് പടർന്നു പന്തലിക്കട്ടെ. അവൾ പോയ വഴിയെ നോക്കി പ്രണയപൂർവ്വം മൊഴിഞ്ഞു. റൂമിൽ കയറി ആലിയ തന്നെ നെഞ്ചിൽ കൈവച്ച് കിതച്ചു. അയാൾ തന്നെ സ്പർശിച്ചപ്പോൾ, തന്നെ ചുംബിച്ചപ്പോൾ താൻ എന്തുകൊണ്ടാണ് അതൊക്കെ സ്വീകരിച്ച് നിന്നത്? ഭയമല്ലേ തനിക്ക് അയാളെ? ആ സാമീപ്യം ഭയമല്ലാതെ മറ്റൊന്നും തന്നിൽ നിറച്ചിട്ടില്ല. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് തനിക്ക് ആ ചെകുത്താനോട് ഭയം തോന്നാത്തത്?
ഒരു വേള ആ കണ്ണുകളിലെ പ്രണയച്ചൂടിൽ താനും അങ്ങനെ ലയിച്ചു നിന്ന് പോയില്ലേ? ഒരു പുരുഷനൊന്ന് തൊട്ടാൽ പ്രതികരിക്കാനും മാത്രം കഴിവില്ലാത്തവളല്ല താൻ. സെബിൻ എത്രയോ തവണ തന്നെ ചുംബിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അപ്പോഴേക്കും അവനെ ശക്തമായി എതിർത്തവളല്ലേ താൻ. വിവാഹം കഴിഞ്ഞു മതി അത്തരം സ്നേഹപ്രകടനങ്ങൾ എന്ന് പറഞ്ഞവളല്ലേ താൻ. ആ തനിക്കിന്ന് എന്താണ് സംഭവിച്ചത്? അയാളുടെ ആ കണ്ണുകളിൽ ഞാൻ മാത്രമായിരുന്നില്ലേ ലോകം? എന്തുകൊണ്ടാണ് ഞാൻ ആ ചെകുത്താനിൽ അടിമപ്പെട്ടു പോയത്? പ്രണയമാണോ എനിക്ക് അയാളോട്? കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തോട് അവൾ ചോദിച്ചു. ഭയം എന്ന കാരാഗ്രഹത്തിൽ നിന്ന് വീണ്ടും പ്രണയമെന്ന ലോകത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തിയത് അയാളല്ലേ, ആ ചെകുത്താൻ? അതോർക്കവേ അവളുടെ പുഞ്ചിരിക്ക് ഭംഗി കൂടി. കഴിഞ്ഞുപോയ ഭീകരമായ ദിവസങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഒരു കടൽ പോലെ ഇരമ്പി വന്നു. ആ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. പകരം ആ കണ്ണുകളിൽ നീർമുത്തുകൾ ഉരുണ്ടു കയറി. സ്വന്തം പപ്പയും മമ്മിയും തനിക്ക് സ്നേഹം നിഷേധിച്ചപ്പോൾ മമ്മിയുടെ സുഹൃത്ത് നൽകിയ സ്നേഹം വാത്സല്യം വിശ്വസിച്ച് അയാളെ സ്വന്തം പിതാവിന്റെ സ്ഥാനത്ത് കണ്ട 8 വയസ്സുകാരിയെ തന്നെ അയാൾ പിച്ചു ചീന്തി. എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാതെ അയാൾ എൻ്റെ ശരീരം ക്രൂരമായി കശക്കി എറിഞ്ഞില്ലേ? ഇതൊന്നും അറിയാതെ തൊട്ടടുത്ത മുറിയിൽ കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ആ സ്ത്രീ എൻ്റെ പെറ്റമ്മ തന്നെ ആയിരുന്നു. ഓർത്തപ്പോൾ അവൾക്ക് അവരോട് പുച്ഛം തോന്നി. എത്രയോ നാൾ താനൊരു ഭ്രാന്തിയെ പോലെ ഒരു ഇരുട്ടുമുറിയിൽ തളക്കപ്പെട്ടു. സ്വന്തം പപ്പയെ പോലും പേടിയോടെ നോക്കിയ ദിനങ്ങൾ. ഒടുവിൽ അതുവരെ എനിക്ക് നിഷേധിച്ച സ്നേഹം പപ്പ എനിക്ക് വാരിക്കോരി തന്നപ്പോൾ ഞാൻ മാറുകയായിരുന്നു. അല്ല, പപ്പ എന്നെ മാറ്റുകയായിരുന്നു. സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു മുറിവുമില്ലെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. തന്റെ ജീവിത പങ്കാളി തന്റെ നശിച്ച ഭൂതകാലം അറിയണമെന്ന് തന്റെ വാശിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സെബിനോടെല്ലാം പറഞ്ഞതും. എല്ലാം കേട്ടപ്പോൾ അവൻ എന്നെ ചേർത്ത് പിടിച്ചു. കൈവിടില്ലെന്ന് പറഞ്ഞു. അവനാണ് ഇന്ന് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അവനെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ അവൾ അവനോടൊപ്പമുള്ള ഓർമ്മകൾ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. വിപരീത ദിശയുള്ള 2 പേരാണ് താനും ഡാനിയും. ഡാനി ഒരു പക്ഷേ എല്ലാം അറിയുമ്പോൾ തന്നെ സ്വീകരിച്ചെന്ന് വരില്ല. എന്നെ പോലൊരു പെണ്ണിനെ ആ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി തന്നിൽ മുട്ടിയിട്ട പ്രണയത്തെ അവൾ കണ്ടില്ലെന്ന് അടിച്ചു. റീനയുടെ കഴുത്തിൽ മിന്നി കെട്ടുമ്പോൾ സെബിൻ കണ്ടിരുന്നു ആലിയയുടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡാനിയെ. മനസ്സുകൊണ്ട് റീന ഇപ്പോൾ തന്റെ ഭാര്യയാണെന്ന് സെബിന് ഉൾക്കൊണ്ടു കഴിഞ്ഞു. ആലിയയുടെ കണ്ണുകളിൽ എന്തെങ്കിലും നിരാശയുണ്ടോ എന്നറിയാനായി ഡാനി അവളെ സൂക്ഷിച്ചു നോക്കി. എന്നാൽ എത്ര നോക്കിയിട്ടും ആ കണ്ണുകളിൽ അവൻ അതുമാത്രം കാണാൻ കഴിഞ്ഞില്ല. അത് അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചു. ഞാൻ കാരണമാണ് ആലിയ സെബിച്ചായ നിന്നോട് നെറിയേട് കാട്ടിയത്. ആലിയയുടെ കൈകളിൽ കൈകോർത്ത് പിടിച്ചുകൊണ്ട് റീന പറഞ്ഞു. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലാവും റീന നിന്നെ. എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല. ഒരു പ്രണയം നഷ്ടമായപ്പോൾ മറ്റൊരു പ്രണയം പൂവണിഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. അത്രയും പറഞ്ഞ് ഡാനിയുടെ കൈയും പിടിച്ച് ദൂരേക്ക് നടന്നകലുന്നവളെ വേദനയോടെ നോക്കി നിന്നു റീനയും സെബിനും. പള്ളിമുറ്റത്ത് കാറിന്റെ ബോണ്ടിൽ ചാരി നിൽക്കുന്ന ഫ്രാൻസിസിലേക്ക് ഒരു വേള ഡാനിയുടെ മിഴികൾ നീണ്ടു. പെട്ടെന്ന് ആലിയയുടെ കൈകളിൽ അവൻ മുറുകെ പിടിച്ചു. എന്നെ വിട്ടു പോവുകയാണ് ആലിയ, നീ പോവാതിരുന്നൂടെ? ഫ്രാൻസിസിലേക്ക് നോട്ടെറിഞ്ഞുകൊണ്ട് ആലിയയുടെ അപേക്ഷ പോലെ ഡാനി പറഞ്ഞു. പറ്റില്ല, എനിക്ക് പോകണം സർ. വാശിയോടെ അവന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. നിനക്കെന്നോട് തരി ഇഷ്ടം പോലും തോന്നിയിട്ടില്ല ഇതുവരെ? അവന്റെ ചോദ്യം അവളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. എനിക്കിഷ്ടമാണ് ഡാനിച്ചായ നിങ്ങളെ, പക്ഷെ ഞാനതിന് അർഹയല്ല. അവന്റെ മുഖത്തേക്ക് നോക്കി മൗനമായി അവൾ പറഞ്ഞു. പറയാലിയ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അവൾ തന്നെ നേരേക്ക് നിർത്തിക്കൊണ്ട് അവൻ ആ ചോദ്യം ആവർത്തിച്ചു. ഇല്ല, എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. പേടിയാ, വെറുപ്പാ. അവളുടെ വാക്കിൽ കേട്ട ഡാനിയുടെ കണ്ണുകൾ ചുവന്നു വന്നു. പെട്ടെന്ന് അവൻ തന്റെ കൈകളിൽ നിന്ന് അവളുടെ കൈകൾ വേർപ്പെടുത്തി. പോയിക്കോ, ഇടറിയ സ്വരത്തോടെ അവൻ പറഞ്ഞു. എല്ലാം നേടിയും വെട്ടിപ്പിടിച്ചും ജീവിച്ച ഈ ഡാനിക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് മാത്രം സ്വന്താക്കാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും എന്നോടുള്ള ഭയം മാറിയോടെ പ്രണയം നിറഞ്ഞ ഓടി വരണം എൻ്റെ അടുത്തേക്ക്. നിനക്കായി ഈ ചെകുത്താൻ ആ വീട്ടിലുണ്ടാവും. എന്റെ ജീവിതത്തിലെ ഇരുട്ടുമാറ്റി വെളിച്ചം പകർന്ന മാലാഖേ, നിനക്കായി എന്റെ അവസാന ചുംബനം. അത്രയും പറഞ്ഞവൻ അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. ഈ ചെകുത്താനിൽ ഞാനൊരു മോചനം ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പിരിഞ്ഞു പോയേ പറ്റൂ പ്രിയനെ. അവന് നോക്കി മൗനമായി യാത്ര പറഞ്ഞവൾ നടന്നു നീങ്ങി. പപ്പ! ഓടി വന്ന ആലിയ ഫ്രാൻസിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സെബിന്റെ വിവാഹം കഴിഞ്ഞുള്ള വേദനയാവും ഈ കണ്ണുനീരെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ തന്റെ ചെകുത്താനെ പിരിഞ്ഞ വേദനയായിരുന്നു അവളെ അയാളുടെ നെഞ്ചിൽ കണ്ണുനീരായി ഒഴുക്കിവിട്ടത്. ഫ്രാൻസിസിന്റെ കാർ അകന്നു പോയിട്ടും ഡാനി അങ്ങനെ തന്നെ നിന്നു ഏറെ നേരം. പെട്ടെന്ന് അവനെ നനയിച്ചുകൊണ്ട് മഴ തകർത്തു പെയ്തു. ആ മഴയിൽ അവരും കരഞ്ഞു. അവളെ ഓർത്ത് അലറി. നിലത്ത് വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ പൊട്ടിച്ചിതറി കിടക്കുന്ന ഫ്ലവർ വേസും കണ്ടുകൊണ്ടാണ് ജസ്റ്റിൻ വരുന്നത്. നോക്കുമ്പോൾ കാണുന്ന കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഡാനിയാണ്. ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി, പ്രണയം തോന്നി, തകർന്നു. ചെകുത്താൻ തകർന്നു. അവള് തകർത്തു. എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്ന ഡാനിയൽ കുരിശിങ്കൽ തകർന്നു. ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി, പ്രണയം തോന്നി. അവൾ അനുഭവിച്ച ദുരിതങ്ങൾ കേട്ടപ്പോ അവളോട് സഹതാപം കൂടി. പക്ഷെ അവൾ അറിഞ്ഞില്ല ഈ ഡാനിയെ, എന്റെ സ്നേഹത്തെ. അകത്ത് കിടക്കുന്ന കള്ളിന്റെ ബലത്തിൽ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞുപോയി ഡാനി.
ഇന്നവരെ കാണാത്ത അവന്റെ ആ പുതിയ മുഖം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ജസ്റ്റിൻ. ആലിയ തന്റെ മനസ്സ് ഫ്രാൻസിസിന് മുമ്പിൽ തുറന്നു കാട്ടി. മനസ്സ് കല്ലാക്കിയാണ് പപ്പ, ഞാൻ ആ മനുഷ്യനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ്, വെറുക്കുന്നു എന്ന് പറഞ്ഞ്. എല്ലാം കേട്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നിപ്പോയി. ബിസിനസ് ലോകത്ത് താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഡാനിക്ക് തന്റെ മകളെ ജീവനാണെന്ന്, പ്രാണനാണെന്ന് ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലായ്മ അയാൾ വന്ന് മൂടിയിരുന്നു. ഒരുപാട് അനുഭവിച്ചവളാണ് തന്റെ മകൾ. ഒരിക്കൽ പോലും അവൾക്കായി ഒന്നും ചെയ്യാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ സ്നേഹിച്ച സെബിനെ അവൾക്ക് നേടിക്കൊടുക്കാൻ തനിക്കായില്ല. എന്നാൽ സെബിനേക്കാൾ 1000 മടങ്ങ് ഡാനിയെ അവൾ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. ഡാനിയോട് അവളെപ്പറ്റി എല്ലാം പറഞ്ഞ് അവനെ അവൾക്ക് നേടിക്കൊടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. തന്റെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി നിന്നിരുന്ന ഡാനിയെ ഓർക്കവേ അവൾക്ക് വല്ലാത്ത വിരഹവേദന തോന്നി. ഒരിക്കൽ കൂടി ആ ദിനങ്ങളൊന്നും വന്നെങ്കിലെന്ന് അവൾ ആശിച്ചു പോയി. ഡാനി സാർ സ്വയം കുടിച്ച് നശിക്കാൻ തന്നെ തീരുമാനിച്ചു. മേഡം പോയതിനു ശേഷം ആ മനുഷ്യനകത്ത് തകർന്നുപോയി. പഴയ ഡാനിയിൽ കുരിശെങ്കിൽ തന്നെയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കൊല്ലം 5-6 ആ മനുഷ്യന്റെ കൂടെ കൂടിയിട്ട്. സ്വന്തം അപ്പനും അമ്മയും മരിച്ചപ്പോൾ പോലും ഞാൻ കണ്ടിട്ടില്ല ആ മനുഷ്യനെന്ന് കരയുന്നത്. ആ മനുഷ്യനാ മാഡത്തിന് വേണ്ടി ഇങ്ങനെ സ്വയം നശിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ മാഡത്തിന് കേൾക്കാം ആ മനുഷ്യന്റെ മരണവാർത്ത. ജസ്റ്റിൻ, ആലിയ അറിയാതെ ഒന്ന് വിളിച്ചുപോയി. മാഡത്തിനെ കുറിച്ച് ആ മനുഷ്യനെ എല്ലാം അറിയാം. പണ്ടെങ്ങും മേഡം അനുഭവിച്ച കൊടിയ പീഡനത്തിന്റെ കഥകൾ ഉൾപ്പെടെ എല്ലാം അറിയാം. അതൊക്കെ അറിഞ്ഞതിന് ശേഷം സാറ് മാഡത്തെ ഇത്രയും സ്നേഹിക്കാൻ തുടങ്ങിയത്. ജസ്റ്റിന്റെ വെളിപ്പെടുത്തൽ കേട്ട് ആലിയയും ഫ്രാൻസിസും ഞെട്ടി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ആർത്തരച്ച് കരയാൻ തുടങ്ങി. മോളെ, നീ പോണ അവന്റെ അടുത്തേക്ക്. അവനെ ആ പഴയ ഡാനിയായി കൊണ്ടുവരാൻ നിനക്ക് കഴിയൂ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന ആലിയെ നോക്കി ഫ്രാൻസിസ് പറഞ്ഞു. വിറച്ച കാലടികളോടെ ഡാനിയുടെ മുറിയിലേക്ക് ജസ്റ്റിനോടൊപ്പം ആലിയ നടന്നു. സർ, സാറിന്റെ ആലിയ വന്നു. സാറിന് തനിച്ചാക്കി മാഡമിന് എങ്ങും പോവില്ല, എങ്ങും. കയ്യിലിരുന്ന മദ്യക്കുപ്പി ഒന്നാകെ വായിലേക്ക് അമിഴ്ത്താനായി തുടങ്ങുമ്പോഴാണ് ജസ്റ്റിന്റെ ശബ്ദം കാതുകളിലേക്ക് പതിക്കുന്നത്. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു കരച്ചിലോടെ നിൽക്കുന്ന ആലിയെ. ആലിയ, നേർത്തു പോയിരുന്ന അവന്റെ സ്വരം. ചാടിപ്പടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവൻ അവൾക്കടുത്തേക്കായി ഓടി. സോറി ചായ, അത്രയും പറഞ്ഞാൽ അവനെ ആഞ്ഞു പുൽകി. അവളുടെ കണ്ണുനീരിനാൽ അവന്റെ ഷർട്ട് നനഞ്ഞു. അവളുടെ കരച്ചിലൊന്ന് മാറിയപ്പോൾ അവൻ അവിടെ ആ ചുവന്ന ചുണ്ടുകളെ സ്വന്തമാക്കി. ആ കാഴ്ച കണ്ടിരുന്ന ജസ്റ്റിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ ജസ്റ്റിൻ ചിരിയോടെ പുറത്തേക്ക് നടന്നു. ഡാനി അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി. ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ പെണ്ണേ, ഈ കണ്ണുകളിൽ എന്നോടുള്ള ഭയത്തിന് പകരം അവിടെ പ്രണയം നിറയുമെന്ന്. അവന്റെ വാക്കുകൾ കേട്ട് ചിരിയോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ച് നിന്നു. ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. ചോരണിങ്ങിയ അവളുടെ ചുണ്ടുകളും നാണത്താൾ ചുവന്നിരിക്കുന്ന മുഖവും അഴിഞ്ഞുലഞ്ഞ കേശഭാരവും കാണെ അവൻ അവളെ പ്രണയത്തോടെ നോക്കി. അവൻ കെട്ടിയ മിന്ന അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകൂടി കാണെ ഒന്നുകൂടി അവളിലേക്ക് ലയിച്ചു ചേർന്നവൻ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. തനിക്കടുത്തേക്ക് നടന്നെടുക്കുന്ന ഡാനിയുടെ പൈശാചികമായ മുഖം കണ്ട അയാൾ പേടിയോടെ പറഞ്ഞു. കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് ഡാനി അയാളുടെ ശരീരത്തിൽ വരയാൻ തുടങ്ങി. അയാളുടെ നിലവിളി ആ 4 ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി കേട്ടു. സ്റ്റീഫൻ, നീ പണ്ട് പിച്ച് ചീന്തി ഒരു 8 വയസ്സുകാരിയെ ഓർക്കുന്നുണ്ടോ? ചോര വാർന്നൊലിക്കുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡാനി ചോദിച്ചു. ആ വേദനയിലും അയാൾ ആലിയയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ തലയാട്ടി. വാത്സല്യത്തോടെ നോക്കേണ്ട നിന്റെ കണ്ണുകൾ അവളെ കാമത്തോടെ നോക്കി. തലോടേണ്ട കരങ്ങൾ കൊണ്ട് നീ അവളെ പിച്ച് ചീന്തി അല്ലേ സ്റ്റീഫൻ? പൈശാചികമായ ഭാഗത്തിൽ ഡാനി അയാളോട് ചോദിച്ചു. അവളെന്റെ ആരാണെന്നറിയോ നിനക്ക്? വലിഞ്ഞു മുറിയ മുഖത്തോടെ ചോദിച്ചവൻ. എന്റെ പെണ്ണാണ് അവള്, ഞാൻ മിന്നി കിട്ടിയ എന്റെ ഭാര്യ. അവന്റെ ആ പറച്ചിലേട്ട് അയാളൊന്ന് വിറച്ചു. അറിയാതെ പറ്റിപ്പോയി, ക്ഷമിക്കണം. അവന്റെ അട്ടാസ് അവിടെ പ്രതിധ്വനിച്ച് കേട്ടു. നിന്നോട് ക്ഷമിക്കണം അല്ലേ? അവള് ഇതുപോലെ നിന്നോട് കെഞ്ചി പറഞ്ഞു കാണില്ലേ സ്റ്റീഫൻ? കയ്യിലിരുന്ന കത്തി കൊണ്ട് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു കുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. വീണ്ടും വീണ്ടും അയാളുടെ കരച്ചിൽ അവിടെ അലയടിച്ചു. അവൾക്ക് ശേഷവും എത്രയോ കുഞ്ഞുങ്ങളെ നീ പിച്ച് ചീന്തി. നിന്റെ സ്വാധീനം കൊണ്ട് നീ പോലീസിനെ തോൽപ്പിച്ചു, നിയമത്തെ വെല്ലുവിളിച്ചു. പക്ഷേ ഡാനിയുടെ കോടതിയിൽ എന്റെ പെണ്ണിനെ തൊട്ട നിനക്ക് മാപ്പില്ല സ്റ്റീഫൻ. അത്രയും പറഞ്ഞാൽ പാതിയത്തെ അയാളുടെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും മതിവരാതെ കുത്തി. ഒടുവിൽ അയാളുടെ ചോര പറ്റിയ തന്റെ കൈകൾ അവൻ മുകളിലേക്ക് ഉയർത്തി. തന്റെ ഈ ചോര കൊണ്ട് ഡാനി എന്റെ ആലിയക്കും മറ്റു കുട്ടികൾക്കുള്ള നീതി നടപ്പിലാക്കിയിരിക്കുന്നു. സ്റ്റീഫന്റെ ചത്തുമരവിച്ച ശരീരത്തെ നോക്കി ഡാനി പറഞ്ഞു. പുറലോകം കാണുന്നത് ഇവന്റെ ഈ ശരീരം. ജസ്റ്റിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ഡാനി. ഇനി അവരെ കൂടി എന്റെ കാൽ കീഴിൽ എത്തിക്കണം നീ. അതാരാണെന്ന് മനസ്സിലാവാതെ ജസ്റ്റിൻ ഡാനിയെ നോക്കി. സൂസനെ, ആലിയക്ക് ജന്മം കൊടുത്ത ആ സ്ത്രീയെ, അവരെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല, പക്ഷെ കൊല്ലാതെ കൊല്ലും. വന്യമായ ഭാഗത്തിൽ ഡാനി പറഞ്ഞു. അത് കേട്ട് ജസ്റ്റിനും തലകുലുക്കി. ഇതൊന്നും ഒരിക്കലും ആലിയ അറിയരുത്. തന്റെ കൈകളിലെ ചോര തുടച്ചുകൊണ്ട് ഡാനി പറഞ്ഞു.
എന്റെ ആലിക്ക് മുന്നിൽ മാത്രമാ ഞാനൊരു മനുഷ്യനാവുന്നത്. ബാക്കി എല്ലാവർക്കും മുമ്പിൽ ഞാനിപ്പോഴും ആ പഴയ ചെകുത്താൻ തന്നെയാ. ആലിക്കോച്ചെ എന്നതാണ് ഈ കാണുന്നെന്ന് പറഞ്ഞേ. ആലിയുടെ തോളിലൂടെ കൈകൾ ഇട്ടുകൊണ്ട് ഡാനി ചോദിച്ചു. അവൾ അവന്റെ കൈകളെടുത്ത് അവളുടെ വയറിലായി വെച്ചു. ഒരു കുഞ്ഞു ഡാനിയെ ആലിയെ വരവറിയിച്ചിട്ടുണ്ട്. കുസൃതിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഉള്ളതാണോടി? അതിയായ സന്തോഷത്തോടെ അവൻ ചോദിച്ചു. നാണത്തോടെ അവളൊന്ന് മൂളി. അത് കേൾക്കേണ്ട താമസം ഡാനി അവളെ എടുത്തു പൊക്കി വട്ടം കറക്കി. ശേഷം അവളുടെ നെറ്റിയിലായി ഒന്ന് ചുംബിച്ചു. വയറിനെ മറച്ചിരുന്ന അവളുടെ സാരി മാറ്റി അവൻ അവിടെ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അപ്പോ ചെകുത്താൻ അവന്റെ മാലാകയും ജീവിക്കട്ടെ, അവരുടെ പൊന്നോമനയ്ക്കൊപ്പം സന്തോഷത്തോടെ.